ടി സംഘടനാ പ്രതിനിധി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, വലിയ വേദനയോടുകൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ സുരക്ഷ ഒരുക്കേണ്ടവരാണ് അവർക്ക് പോലും സുരക്ഷയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ടി എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രശ്നമുണ്ടായാലൊക്കെ തന്നെ അവരെയാണ് സമീപിക്കുക. അവർക്ക് പോലും സുരക്ഷയില്ലാത്ത അത്രയും സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നു. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഞാൻ സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഒരേ ഒരു സംഘടന മാത്രമേ അംഗീകാര സംഘടനയായിട്ടുള്ളൂ. സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ എല്ലാ വേദികളിലും ടിമാരുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അഡ്മിനിസ്ട്രേഷൻ അതൊന്നുമല്ല മുഖ്യ കാരണം. ഏണിങ്സ് ആണ്. ഉണ്ടാക്കുക അല്ലാതെ തൊഴിലാളികളുടെയോ ടിമാരുടെയോ സുരക്ഷിതത്വമോ അവർക്ക് വേണ്ട കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഈ ടിമാർ ചെക്കിങ്ങിന് പോകുമ്പോൾ ഒരു നോംസ് തന്നെയുണ്ട്, RPF അവർക്ക് എസ്കോർട്ടായിട്ട് അയക്കണം എന്നുള്ളത്. പക്ഷെ ഒരു ഡിവിഷനിലും അത് നടക്കുന്നതായിട്ട് അറിയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവം പാലക്കാട് നമ്മളെ സദേൺ റെയിൽവേയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. വളരെ രസകരമായ ഒരു സംഭവമാണ് വിനോദിന് സംഭവിച്ചത്. ഇതുമാതിരി ഇനിയും ഇല്ലാതിരിക്കാൻ ഈ അഡ്മിനിസ്ട്രേഷൻ മുൻകരുതൽ എടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ശരി, അങ്ങിപ്പോൾ പറഞ്ഞ ഈ പല സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ചില നടപടികൾ അതൊക്കെ തന്നെ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അങ്ങേ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്? കാരണം ഇതിപ്പോൾ ഒരാൾ ഒരൊറ്റ തള്ളുമ്പോൾ അത്രയേ ഉള്ളൂ ആ സുരക്ഷ എന്നുള്ള കാര്യത്തിൽ വല്ലാത്ത ഭീതി തോന്നുന്നുണ്ട്, ആശങ്ക തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ അംഗീകരിക്കപ്പെട്ട സംഘടന എന്നത് നെഗോസിയേഷൻ ഫോറംസ് ആയ VNM വേദികളിലെല്ലാം ഞങ്ങൾ ഇത് പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ചെക്കിംഗ് ജീവനക്കാർക്ക് സുരക്ഷിതത്വമില്ല. പല സ്ഥലത്തും ഈ ടിക്കറ്റ് ഇല്ലാത്ത ജീവനക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് സുരക്ഷ ഒരുക്കാൻ RPF എസ്കോർട്ടായിട്ട് അയക്കുക ഒന്നും ഈ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ഈ ദാരുണ സംഭവത്തിന് ശേഷമെങ്കിലും ഈ അഡ്മിനിസ്ട്രേഷൻ ഉണർന്നു പ്രവർത്തിച്ച് ടിക്കറ്റ് ചെക്കിംഗ് ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. നന്ദി. ശ്രീ ഉണ്ണികൃഷ്ണൻ, ടി സംഘടനാ പ്രതിനിധിയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ അത് വളരെ അധികം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ടിമാരുടെ അല്ലെങ്കിൽ റെയിൽവേയിൽ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷ, അതിനായി എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയണം? പല കാലങ്ങളായി പല ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്.